ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് വീണ്ടും കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇവിടെ പല വിഷയങ്ങൾ വളരെ ഗഹനമായിട്ട് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ്. ദൈവവചന പഠനത്തിന് വളരെ പ്രാധാന്യം നൽകുന്നു എന്ന് മാത്രമല്ല, അത് ക്രമീകരിക്കുന്നതിലും വളരെ ഉത്സാഹിക്കുന്നു. ഞാനിന്ന് ഈ വചന പഠന ക്ലാസ് 2-3 ആഴ്ചകളായിരിക്കും ഞാൻ എടുക്കുക. അതിൽ പ്രധാനമായിട്ടും ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ പരിചിതമായ ഒരു വിഷയമാണ്. ഇതൊരു ക്ലാസ്സായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അത് ദൈവാത്മ പ്രേരണ അനുസരിച്ച് അത് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാം വചനം കേൾക്കുമ്പോൾ പല തരത്തിലാണ് നമ്മളതിനെ വിലയിരുത്താറുള്ളത്. ഒന്നത് എനിക്ക് ബാധകമല്ല എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവർക്കാണ് ബാധകം. മറ്റൊരു തരത്തിൽ ചിലർ ചിന്തിക്കാറുണ്ട്, ഈ വചനം പഠിപ്പിക്കുന്ന ആളിനോടുള്ള ബന്ധത്തിൽ ഇത് എങ്ങനെയാണ്, അവൻ അങ്ങനെയല്ലല്ലോ, പിന്നെ എന്തിനാ അവനത് പറയുന്നത് എന്നുള്ള തരത്തിൽ ഉള്ള ഒരു ചിന്തയും പലരിലും ഉണ്ടാകാറുണ്ട്. പ്രിയ ബാബു ജോൺ സോറൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വചനം ആര് പറയുന്നു എന്നതിലല്ല നമ്മൾ കണക്കാക്കേണ്ടത്, അത് എന്താണ് പറയുന്നത് ദൈവവചനം എന്നുള്ളത് കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയത്തോടനുബന്ധിച്ച് ഒരു വേദഭാഗം ആദ്യം വായിച്ചു കൊള്ളട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യമാണ്. ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ചാപ്റ്റർ 2 വേഴ്സ് 42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. They continued steadfastly in the apostles' doctrine and fellowship, and in breaking of bread and in prayers. സാധാരണ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രാഥമികമായ വചന പഠനം നടക്കുന്ന പ്രാരംഭ ദിശയിൽ, വളർച്ചയുടെ ദിശയിൽ എടുക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ഇതിൻ്റെ 41-ാമത്തെ വാക്യം നമുക്കറിയാം. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അത് കഴിഞ്ഞിട്ട് അവരോട് ചേർന്ന ആ കൂട്ടത്തെക്കുറിച്ചാണ് അടുത്ത 42-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 41-ാമത്തെ വാക്യത്തിൽ അവൻ്റെ വാക്ക് കൈക്കൊള്ളുക, അത് പത്രോസ് പറഞ്ഞ സുവിശേഷമാണ്. കർത്താവിനെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മതി. എപ്പോഴും കൈക്കൊള്ളേണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യമല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്. രണ്ടാമത് സ്നാനം, അല്ലേ? അതും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മതി സ്നാനം എന്ന് പറയുന്നത്. അതെപ്പോഴും സ്നാനപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം, രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്നാനപ്പെടണം. അതാണ് സ്നാനം. ജലസ്നാനം, മുങ്ങിസ്നാനം, വിശ്വാസ സ്നാനം എന്നൊക്കെ പറയുന്നത്, ജ്ഞാനസ്നാനം. മൂന്നാമത് അവരോട് ചേർന്നു എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരോട് ചേർന്നു എന്നുള്ളതാണ് അവിടെ വിവക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ആ വിഭാഗത്തോടുകൂടെ ചേർന്നു നിന്നു. യേശുക്രിസ്തുവിനോട് ചേർന്നു എന്നുള്ളതല്ല, യേശുക്രിസ്തുവാണ്, കർത്താവായ യേശുക്രിസ്തുവാണ് സഭയിൽ ചേർക്കുന്നത്. അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ 47-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ആ ചേരലല്ല ഇവിടെ, അത് കർത്താവ് ചേർക്കുന്നതാണ്. എന്നാൽ ഇവിടെ അവരവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവർ തന്നെ ചേരുകയാണ്, അവർ തന്നെ അങ്ങ് ചേരുകയാണ്. അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. വേർപാടെന്നുള്ള തരത്തിൽ, മറ്റുള്ള ഇതിൽ നിന്നും വേർപെട്ട് വരുന്നു എന്നുള്ള തരത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്.
അല്ല അങ്ങനെയുള്ള ഒരു ബന്ധത്തോട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ബന്ധത്തിലും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചേർന്ന് വരുന്നവർ അടുത്ത് പറയുന്ന 4 കാര്യങ്ങൾ, അത് ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കാണും. ദേ കണ്ടിന്യൂഡ് സ്റ്റെഡ് ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അത്ര ആശയം അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അവർ അപ്പോൾ കണ്ടിന്യൂഡ് സ്റ്റെഡ് ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ തുടർമാനമായി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയല്ലേ എൻ്റെ അർത്ഥം? അങ്ങനെയാണ്. ഒരിക്കൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല, വല്ലപ്പോഴുമല്ല, തോന്നുമ്പോഴല്ല, തുടർമാനമായി ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ടിരുന്നു. വചന പഠനം, വചനധ്യാനം, അതാണ് ഒന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒന്നാണ് കൂട്ടായ്മ ആചരിച്ചു കൊണ്ടിരുന്നു. കൂട്ടായ്മ ആചരിച്ചു കൊണ്ടിരുന്നു. മൂന്നാമത് പറയുന്നത് അപ്പം നുറുക്കിക്കൊണ്ടിരുന്നു, പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ്. ഇതിലെല്ലാ കാര്യങ്ങളും ഞാൻ വിശദമാക്കുവാനോ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ക്ലാസ്സായിട്ട് എടുക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. അതിൽ രണ്ടാമത്തെ കാര്യം, തുടർമാനമായി ചെയ്യേണ്ട രണ്ടാമത്തെ ആ കാര്യമാണ് ഞാൻ അല്പമായിട്ട് ശ്രദ്ധ ഊന്നി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ കൂട്ടായ്മ ആചരിച്ചു കൊണ്ടിരുന്നു. ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, ക്രിസ്തീയ കൂട്ടായ്മ, അതാണ് പ്രധാനമായിട്ടും ഞാൻ 1-2-3 ക്ലാസ്സുകളായിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നത്. ദൈവിക കൂട്ടായ്മ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാരാംശമായ ഒരു കൂട്ടായ്മയുണ്ട്. ദൈവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ 3 ആളത്വങ്ങളുണ്ട്. ഏതൊക്കെയാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നാൽ ഈ 3 ആളത്വങ്ങളും ഒന്നാണ്. അത് ദൈവികമായ ഒരു സാരാംശത്തിലുള്ള ഒരു കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ. നമ്മൾ അപ്പോൾ മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും, അടുത്ത വാക്കാണ് നീ കേൾക്കേണ്ടത്, എന്താണ്? നാമങ്ങളിൽ ആണോ? അല്ല, നാമത്തിൽ. നാമങ്ങളിൽ അല്ല, നാമത്തിൽ എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് ഒറ്റ നാമമാണ്. അത് ഒന്നാണ്. അല്ലെങ്കിൽ പറയണമായിരുന്നു നിങ്ങൾ ഇങ്ങനെയുള്ള നാമങ്ങളിൽ സ്നാനപ്പെടുത്തണമെന്ന് പറയണമായിരുന്നു. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നാമത്തിൽ. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് 3 ഒറ്റ സാരാംശത്തിൽ ഒന്നാണ്. അതാണ് ദൈവികമായ കൂട്ടായ്മ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ദൈവം, ആ കൂട്ടായ്മ ദൈവത്തിൻ്റെ സാരാംശത്തിലെ കൂട്ടായ്മ. ഈ കൂട്ടായ്മ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ അവർ വ്യത്യസ്തമായ നിലകളിൽ അവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. പിതാവിനെ വ്യത്യസ്തമായിട്ട് കാണാം, പുത്രനെ കാണാം, പരിശുദ്ധാത്മാവിനെയും കാണുവാനായിട്ട് കഴിയും. അതേസമയം ഇവരെല്ലാത്തിലും ഒന്നാണ്, അല്ലേ? യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ഇവരൊന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്, അല്ലേ? അതാണ് ദൂതന്മാർ ഘോഷിച്ചതും ദൂതന്മാർ അറിയിച്ചതും. എന്താണ്? ദാവീദിന്റെ രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ സൈന്യങ്ങൾ, സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിച്ച ഒരു കാര്യമുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അവിടെ നമുക്ക് ഈ ഒത്തുചേരലുണ്ട്. അത്യുന്നതൻ പിതാവാം ദൈവം, ദൈവപ്രസാദത്തിന്റെ പ്രതീകമായിട്ട് കർത്താവായ യേശുക്രിസ്തു, സമാധാനമാകുന്ന പരിശുദ്ധാത്മാവ്, അതൊരു കൂട്ടായ്മയാണ്. അതാണ് ക്രിസ്തുവിന്റെ ജനനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാനം, ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. സ്നാനത്തിൽ ഈ ഒത്തൊരുമ കാണുവാനായിട്ട് കഴിയും, അല്ലേ? കർത്താവായ യേശുക്രിസ്തു സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? സ്വർഗം തുറന്നു. ഒരു ശബ്ദം അവിടെ നിന്നുണ്ടായി. എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവവും അവിടെ ഉണ്ടായി. എന്താണത്? പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ കർത്താവിലേക്ക് വന്നു. അപ്പോൾ അവിടെയും ഈ സ്നാനത്തിലും എന്തുണ്ട്? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ ഒന്നായ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അതുപോലെ എല്ലാ രംഗങ്ങളിലും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. മരണത്തിലോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലോ പിതാവിന് വല്ല പങ്കുമുണ്ടോ? അവർ ഒന്നായിരുന്നോ? പരിശുദ്ധാത്മാവ് ഒന്നായിരുന്നോ? എങ്ങനെ? അതിത്തിരി വ്യത്യാസമാണ്. കൈവിട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ? കൈവിട്ടു, ഒറ്റയ്ക്ക് കഷ്ടമനുഭവിച്ചു എന്നുള്ളത് അത് ശരിയാണ്. അതേസമയം ആ കഷ്ടത ആരും അനുഭവിച്ചു? ഞാൻ അങ്ങനെ വിശ്വസിക്കുക. പിതാവും അനുഭവിച്ചു ആ കഷ്ടത. താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ കൈവിട്ടു എന്ന് പറഞ്ഞാൽ അതിലൂടെയും ഈ പിതാവാം ദൈവവും വളരെ വേദന അനുഭവിച്ചു. പരിശുദ്ധാത്മാം ദൈവവും അനുഭവിച്ചു. അപ്പോൾ മരണത്തിലും അവിടെ ഏകനായിട്ട് കഷ്ടമനുഭവിക്കുന്നത് കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും പിതാവിൽ നിന്നുള്ള ആ വേർപാട്, കൈവിട്ട രംഗം പിതാവിനെയും വളരെയധികം വേദനിപ്പിച്ചു കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ശരിയാണോ എന്നുള്ളത് എനിക്ക് അത്രത്തോളം അറിയില്ല. അതുപോലെ തന്നെ പുനരുത്ഥാനത്തിൽ ആരാ ഉയർപ്പിച്ചത്? ദൈവമോ അവനെ മരണപാശങ്ങളിൽ നിന്നും ഉയർപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അവിടെ പിതാവിന് പങ്കുണ്ട്. അപ്പോൾ ഇങ്ങനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരിക്കലും വേർപിരിക്കുവാൻ കഴിയാത്ത, ഒരിക്കലും മാറ്റുവാൻ കഴിയാത്ത ഒരു ഒന്നായ ഒരു കൂട്ടായ്മയാണ്. അത് നമ്മൾ പല ഭാഗങ്ങളിലും അത് കാണുന്നുണ്ട്. ഞാനും പിതാവ് ഒന്നാകുന്നു എന്നൊക്കെ പറയുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇത്. ഞാൻ അത് അപ്പുറം പറഞ്ഞിട്ട് എൻ്റെ വിഷയത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവികമായ അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയാണ് ശരിക്കും ഭൂമിയിലും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാനിവിടെ പറഞ്ഞല്ലോ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. ഇതിൽ ഒന്നിനെയും നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. ഇതിലേതെങ്കിലുമൊക്കെ ഇല്ല എങ്കിൽ അങ്ങനെയുള്ളവരുടെ ക്രിസ്തീയ ജീവിതം മുരടിച്ചതായിരിക്കും. വചനപഠനമില്ല എങ്കിൽ, കൂട്ടായ്മ ബന്ധമില്ല എങ്കിൽ, അപ്പം നുറുക്കൽ ജീവിതത്തിലില്ല എങ്കിൽ, പ്രാർത്ഥനയില്ല എങ്കിൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. വളരെ മുരടിച്ചതായിരിക്കും, വളരെ മുരടിച്ച ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇത് 4 പ്രാധാന്യമാണ്. എന്നാൽ ഇത് 4 പ്രാധാന്യമാണ്. ഇത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുക. എല്ലാം തമ്മിൽ വചനപഠനവും കൂട്ടായ്മയും തമ്മിൽ ബന്ധമുണ്ട്. കൂട്ടായ്മയും അപ്പം നുറുക്കലും തമ്മിലും, അതുപോലെ അപ്പം നുറുക്കലും പ്രാർത്ഥനയും തമ്മിലും ബന്ധമുണ്ട്. ശരിയായി കൂട്ടായ്മ ബന്ധത്തിൽ ഇല്ലാത്തവർക്ക് അപ്പം നുറുക്കാനായിട്ട് പറ്റുമോ? എന്താ പറ്റുമോ? ദൈവവുമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടും ശരിയായ കൂട്ടായ്മ ബന്ധത്തിൽ ഇല്ലാത്തവർക്ക് ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് എന്ന് പറയുന്ന ദൈവത്തിന്റെ കൽപ്പനയിൽ പങ്കെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ദൈവവുമായിട്ട് ശരിയായിട്ടുള്ള കൂട്ടായ്മ ബന്ധവും വേണം, പരസ്പരമുള്ള കൂട്ടായ്മ ബന്ധവും വേണം. അങ്ങനെ ഇല്ലാത്തവർക്ക്, ഈ കൂട്ടായ്മ ബന്ധമില്ലാത്തവർക്ക് ഒരുമിച്ച് കടന്നു വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് വല്ല ഫലമുണ്ടോ? ചിന്തിക്കേണ്ടതാ ഇതൊക്കെ. അപ്പൊ ഈ കൂട്ടായ്മയ്ക്ക് ഞാൻ എന്തുകൊണ്ട് പ്രത്യേകം ഇതിൽ നിന്ന് എടുത്ത് അതിനെ പ്രത്യേകമായിട്ട് ട്രസ്റ്റ് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ്. ശരിയായ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ ഇല്ലാതെ ഒരുമിച്ച് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. 2-3 പേർ എന്റെ നാമത്തിൽ ഐകമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അതുപോലെ തന്നെ അപ്പം നുറുക്കൽ നിങ്ങൾ കൂടി വരുന്നത് എന്തിനല്ല കാരണമായി തീരുന്നത്? പുകഴ്ചയ്ക്ക് കാരണമായി തീരുന്നില്ല. നിങ്ങളെ ഞാൻ അതിൽ പുകഴ്ത്തുന്നില്ല. അത് നിങ്ങൾക്ക് ശരിക്കും ദോഷത്തിനാണ് കാരണമായി തീരുന്നത്. കാരണം എന്താ? നിങ്ങൾക്ക് തമ്മിൽ കൂട്ടായ്മയില്ല, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. അപ്പോൾ ഞാനിത് പറഞ്ഞതിന് കാരണം ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാത്തിലും ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ
ഇതിന് അല്പം പ്രാധാന്യം കൊടുത്ത് പഠിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പല മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഒരു വിഷയമാണിത്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ ഒരു മുഖവുരയും അതിൻ്റെ ഒരു ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊരു ബൈബിൾ ക്ലാസ് ആകുമോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ, അതൊക്കെ നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാതെ, പ്രബോധനമായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എന്തായാലും ദൈവവചനമാണ് പറയുന്നത്. അത് ക്ലാസ്സായിട്ട് പരിണമിച്ചാലും കൊള്ളാം, അല്ല ഒരു പ്രബോധനമായിട്ട് കൈക്കൊണ്ടാലും അതിൽ കുഴപ്പമൊന്നുമില്ല. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിന്റെ അർത്ഥം കൂട്ടുചേരുക, പങ്കുചേരുക, സഹകരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഡിക്ഷണറിയിലുള്ള അർത്ഥം. അതിൻ്റെ അർത്ഥം, ഈ പണ്ടൊക്കെ ഈ കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്നു അല്ലേ? അറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെയുണ്ടോ കൂട്ടുകുടുംബം അല്ലേ? കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ അതിലൊരു കാരണവരും പിന്നെ സബായിട്ടുള്ള കുറേ കുടുംബങ്ങൾ ഒരുമിച്ചുള്ള ഒരു ബന്ധമാണ് കൂട്ടുകുടുംബം. ആ മുൻകാലങ്ങളിൽ ഉള്ള ഈ കൂട്ടുകുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ബന്ധം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാത്തിലും ഒരു ഒരുമ കാണുവാനായിട്ട് കഴിയും. അത് ലോകപരമായ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ ആ കാലഘട്ടത്തെ നോക്കി നമുക്ക് പറയാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, നമ്മൾ ഈ കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കൂടി വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ബന്ധമല്ല കൂട്ടായ്മ. പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. കൂടി വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ബന്ധമല്ല കൂട്ടായ്മ. അത് പ്രത്യേകമായിട്ട്, അത് വിശ്വാസികളായിക്കോട്ടെ, ഒരു സഭയായിക്കോട്ടെ, എങ്ങനെ ആയാലും ഒരുമിച്ച് കൂടി വരുന്ന ആ സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാകുന്നതായ ഒരു ബന്ധം അല്ല കൂട്ടായ്മ. ഈ ഫെലോഷിപ്പ് എന്നുള്ള ഇംഗ്ലീഷിലെ വാക്ക്, ആ ഇംഗ്ലീഷ് വാക്കിനെ ഇങ്ങനെ ചിലർ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാറുണ്ട്. ഇങ്ങനെ ഫെലോസ് ഇൻ എ ഷിപ്പ്, ഫെലോസ് ഇൻ എ ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫെലോസ് ഇൻ എ ഷിപ്പ് എന്ന് പറഞ്ഞാൽ സഹയാത്രികർ, ഒരു കപ്പലിൽ അങ്ങനെയല്ലേ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ, അവർ തമ്മിലുള്ള ബന്ധമാണോ കൂട്ടായ്മ എന്ന് പറയുന്നത്? അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ തമ്മിലുള്ള ബന്ധമാണോ കൂട്ടായ്മ? അതാണോ ശരിക്കുമുള്ള കൂട്ടായ്മ? അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല. ചിലർ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. ഒരു കപ്പലിലോ മറ്റു വാഹനങ്ങളിലോ യാത്ര ചെയ്യുമ്പോൾ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കാം, ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ള, അല്ലാതെ ഒരു കൂട്ടായ്മ എന്നുള്ള തരത്തിലേക്ക് നമുക്ക് അത് പറയുവാനായിട്ട് കഴിയുകയില്ല. അത്തരത്തിലുള്ള ബന്ധം മാത്രമാണ് സഭാവിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കൾ തമ്മിലുണ്ട് എങ്കിൽ അതിൽ എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട്, എത്രത്തോളം കാര്യമുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. ഇന്ന് പല സ്ഥലങ്ങളിലും കൂട്ടായ്മ എന്ന് പറയുന്ന അത്തരത്തിലുള്ള കൂട്ടായ്മ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുമിച്ചൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ബന്ധം? ചിലപ്പോൾ അടുത്തിരിക്കുന്നവർ തമ്മിൽ ഇന്നൊന്നും അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ ഈ ഷിപ്പിലുള്ളവർക്ക് കുറച്ചുകൂടെ കൂട്ടായ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഷിപ്പിൽ യാത്ര ചെയ്യുന്നവർക്ക് അല്ലേ? ഷിപ്പിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇവിടെ? യാത്ര ചെയ്തിട്ടുള്ളവർ വളരെ ദൂരം, 1-2 ദിവസമൊക്കെ ഇബ്രാഹിം സോരൻ ചെയ്തിട്ടുണ്ടല്ലേ? ഇല്ല, ഞാനും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ കൂടുതൽ ബന്ധമുണ്ടാകും. കാരണം 2-3 ദിവസം അവരിങ്ങനെ അവിടെ പല കൂട്ടായ്മ ബന്ധത്തിനുള്ള പല സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അത് കഴിയുമ്പോൾ പിന്നെ അവർ തമ്മിലുള്ളൊരു ബന്ധവും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളതല്ല ഈ കൂട്ടായ്മ. അങ്ങനെയാണ് ഉള്ള കൂട്ടായ്മയാണെങ്കിൽ അത് ഖേദകരമെന്നല്ലാതെ എനിക്കൊന്നും പറയാനായിട്ടില്ല. എന്താ കൂട്ടായ്മ? പരസ്പര വിരുദ്ധ ആശയങ്ങളോടും പൊതു സ്വഭാവം ഒന്നും ഇല്ലാതെ യാത്ര ചെയ്യുന്നവർ തമ്മിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. ഇവിടെ ഒരു കൂട്ടായ്മ എന്നുള്ളത് എന്തെങ്കിലും ഒരു ഭൗതിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമല്ല. മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ്? ക്രിസ്തീയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും ഭൗതിക ലൗകിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നല്ല. ബന്ധങ്ങൾ ഉണ്ടാകാം. എന്താണ്? ദൈവവചനം സ്വീകരിച്ച് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു ഉപദേശത്തിന് കീഴിൽ ഉള്ളവർ തമ്മിലുള്ള ഒത്തൊരുമയാണ്. മനസ്സിലായോ? പിടികിട്ടിയ? രക്ഷിക്കപ്പെട്ട്
സ്നാനപ്പെട്ട് ഒരുമിച്ച് ചേർന്ന് ഒരേ ഉപദേശത്തിൻ കീഴിൽ ഉള്ളവർ തമ്മിലുള്ള ഒരു ഭയങ്കരമായ ബന്ധം, അഭേദ്യമായ ബന്ധം, ഒത്തൊരുമ ആണ് ഈ കൂട്ടായ്മ എന്നുള്ളത് കൊണ്ട്, ക്രിസ്തീയ കൂട്ടായ്മ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ചില പ്രത്യേകതകൾ ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇതൊരു ആത്മീയ കൂട്ടായ്മയാണ്. ബൈബിൾ വിവക്ഷിക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് ഭൗതികത എന്നുള്ളതിനേക്കാൾ ഉപരി ഇതെന്താണ്? ആത്മീയ കൂട്ടായ്മയാണ്. ആത്മീക സ്പിരിച്വൽ യൂണിയൻ wrought by the Spirit of God. അതാണ്. അപ്പോൾ ഇത് ഒരു ആത്മീയ കൂട്ടായ്മയാണ്. ആത്മീയ കൂട്ടായ്മ. ഇതിന്റെ ഗ്രീക്ക് പദം കൊയിനോനിയ. ജെയിംസ് സാറിന് അറിയായിരിക്കും. കൊയിനോനിയ എന്നുള്ളതാണ് ഇതിന്റെ ഗ്രീക്ക് പദം. അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ഭാഗവാക്കുകളാകുക, പങ്കാളിയാകുക, കൂട്ടായി പ്രവർത്തിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ശരിയായിട്ട്. പുതിയ നിയമത്തില് 22 പ്രാവശ്യമാണ് ഈ പദം ശരിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 22 പ്രാവശ്യം ഈ കൂട്ടായ്മ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. വിവാഹബന്ധത്തെ കാണിക്കുന്നതിനും ഈ ബന്ധം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കൊയിനോനിയ എന്നുള്ള ആ പദം വിവാഹബന്ധത്തെ കാണിക്കും, ജീവിത പങ്കാളി, തുണ എന്നുള്ള അർത്ഥത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. മാനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും ഉറപ്പേറിയ ബന്ധമായിട്ട് കണക്കാക്കപ്പെടുന്നത് ബൈബിളിലും എല്ലായിടവും കണക്കാക്കപ്പെടുന്നത് വിവാഹബന്ധമാണ്. അതാണ് അവർ രണ്ടല്ല ഏകദേഹമത്രേ, അവർ ഒന്നാണ് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. അത് ബൈബിളിൽ പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനും ഈ കൂട്ടായ്മ എന്നുള്ള പദം ചില സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തീയ കൂട്ടായ്മ അത് എന്താണെന്ന് നമുക്കൊന്ന് അല്പം വിശകലനം ചെയ്താം. എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ഫാക്ടേഴ്സ്? ഈ ക്രിസ്തീയ കൂട്ടായ്മയുടെ അടിസ്ഥാനപരമായ ചില സവിശേഷതകളും ഘടകങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കാണാതെ അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. ലേഖനമല്ല, യോഹന്നാൻ സുവിശേഷം. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ കാണാതെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അടുത്ത വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ കഴിഞ്ഞ സീനിയർ ക്ലാസ്സിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ആ സംബോധനയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുത്തല്ലോ. അപ്പോൾ ഞാൻ ഇത് പറയുകയുണ്ടായി, ഒരേ പിതാവിനാൽ ജനിക്കപ്പെട്ട ബന്ധത്തെ കാണിക്കുന്നതാണ് ഈ കൂട്ടായ്മ ബന്ധം. ഒരേ പിതാവിനാൽ ആത്മീകമായി ജനിക്കപ്പെട്ട ബന്ധത്തെ കാണിക്കുന്നതാണ്. അതാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, അവർ ഈ ഭൗതികമായ ജനനം പോലെയല്ല, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ട ബന്ധമാണിത്. ഇതൊരു ആത്മീകമായ ജനനമാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നിക്കോദിമോസിനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ്? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഈ ബന്ധം, ഈ കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത് ഒരു പിതാവിനാൽ ജനിക്കപ്പെട്ട ഒരു ബന്ധം. ഇതൊരു പുതിയ ജനനത്താൽ ഉണ്ടാകുന്ന ബന്ധമാണ്. ഒരേ പിതാവിന്റെ മക്കൾ എന്നുള്ളതാണ്. ഇതാണ് 1-ാമത്തെ അതിന്റെ ഘടകം. ശരിക്കും മനസ്സിലാക്കി പോണം. നമ്മുടെ ആത്മീയ കൂട്ടായ്മ എന്ന് പറയുന്നത് ഭൗതിക ബന്ധമല്ല, അതിനേക്കാൾ ഉപരി ദൈവീകമായ ബന്ധമാണ്. അത് ഒരു പിതാവിനാൽ ജനിക്കപ്പെട്ട മക്കൾ എന്നുള്ള തരത്തിലുള്ള ബന്ധമാണ്. ദൈവമക്കളാണ്. അവരുടെ ജനനം എന്ന് പറയുന്നത് രക്തത്തിൽ നിന്നുള്ള ജനനമല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുള്ളതല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നും ജനിച്ച ഒരു കൂട്ടമാണ്. അവർ തമ്മിലുള്ള ബന്ധമാണ്. ഇതാണ് 1-ാമത്തെ കാര്യം. 2-ാമത്തത് 1 കൊരിന്ത്യർ 6-19 വാക്യത്തിന്റെ അവസാന ഭാഗത്തൊരു പ്രയോഗമുണ്ട്. 1 Corinthians chapter 6 verse 19. അവിടെ വായിക്കുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്ക് ഉള്ളവരല്ല എന്നും അറിയുന്നില്ലയോ
അപ്പോൾ നമ്മളെ എല്ലാവരെയും ഒന്നാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എല്ലാവരെയും ഒരേ വില കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത്. സജി മാത്യു സഹോദരനൊരു വില, അതിരി കൂടിയ വില കൊടുത്തുണ്ട്. കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടിയത് കൊടുത്തു. ഇനി കുറച്ച് താഴ്ന്ന ഒരു വ്യക്തി, എനിക്ക് വേറൊരു വില, ജെയിംസ് സാറിന് വേറൊരു വില. അങ്ങനെയാണോ? അല്ല. അതാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അത് ഒരേ വില കൊടുത്താണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും ഈക്വൽ പ്രൈസ് ആണ്, ഒരേ വിലയാണ് നമ്മെ എല്ലാവരെയും പത്രോസിന്റെ 1 ലേഖനം 1:18 നമ്മൾ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അതിനെ കൊടുത്ത വില എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല. ഒരു വിലയാണ് കൊടുത്തതെങ്കിലും ആ വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത് ആർക്കും വിലമതിക്കുവാൻ കഴിയാത്ത വിലയാണ്. അതിനൊരു വിലയിടുവാനായിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആർക്കും അങ്ങോട്ട് അളക്കുവാനായിട്ട് പറ്റില്ല. വിലയേറിയ അമൂല്യമായ ഒരു വിലയാണ് അതിനുമായിട്ട് കൊടുത്തിരിക്കുന്നത്, യേശുവിന്റെ രക്തം, അല്ലേ? അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ സഭയോടുള്ള ബന്ധത്തിലൊരു വാക്കുണ്ട്. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ അധ്യക്ഷന്മാരെയുമാക്കി വയ്ക്കുക എന്നുള്ള പ്രയോഗമാണ്. അവിടെ ഞാൻ എടുത്തു പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ. അപ്പം ഈ കൂട്ടായ്മ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മെ എല്ലാവരെയും ഒരേ വില കൊടുത്താണെന്ന് മാത്രമല്ല, അതിന്റെ വില എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിലയാണ്. കൊടുക്കാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റത്തെ വില. ഇതിനപ്പുറം ഇനി ഒരു വില കൊടുക്കാനായിട്ട് ഇല്ല. എത്ര ഭയങ്കരമായ ഒരു ബന്ധത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ, അടുത്തത് ചേർന്ന് പറഞ്ഞോ, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. എന്തുകൊണ്ടാണ് വിലയ്ക്ക് വാങ്ങിയത്? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. അപ്പൊ അവിടെ സ്വർഗത്തിലും പൂപ്പമാരും സൈന്യങ്ങളും ഒക്കെ ആരാധിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ 2-ാമത്തെ പോയിന്റ് ഇതാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ഒരു പിതാവിനാൽ ജനിക്കപ്പെട്ട ഒരു പിതാവിന്റെ മക്കൾ എന്നുള്ള നിലയിൽ ആത്മീക ബന്ധത്തിൽ കീഴിൽ വന്നവരാണ്. രണ്ടാമത്, നമ്മളെല്ലാവരെയും ഒരേ വില കൊടുത്ത്, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ആ വില, രക്തമാകുന്ന വില കൊടുത്ത് വാങ്ങിയവരാണ്. ഇനി 3-ാമത്തെ കാര്യം, ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ 3-ാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. കൊലോസ്യർ 1:18 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, ഞാൻ പറഞ്ഞങ്ങ് പോവാം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. അത് തന്നെയല്ലേ കൊലോസ്യർ 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. അത് മാത്രം നോക്കിയാൽ അതിന്റെ താഴോട്ട് വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ശരീരത്തിന്റെ അംഗങ്ങൾ, ആത്മീക ശരീരം, അതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ആത്മീക ശരീരത്തിലെ അംഗങ്ങൾ, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. തല ക്രിസ്തുവും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞവരവും പറയുന്നതാണ്. ശരീരം എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെയും കാണിക്കുന്നു. സഭയെ ഒരു ശരീരമാക്കി കണക്കാക്കിയിരിക്കുന്നു. ഇത് മറ്റു പല ഭാഗങ്ങളിലുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ, ശരീരമൊന്നും അതിന് അവയവവും പലതും, ശരീരത്തിന്റെ അവയവവും പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്നത് പോലെ എന്നവിടെ കാണുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവും യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. അപ്പോൾ ഒരു ശരീരം, ക്രിസ്തു എന്ന തലയും അതിന്റെ ശരീരം, ബോഡി എന്നുള്ള നിലയിൽ നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് സഭയൊന്നായ സാർവത്രിക സഭ, യൂണിവേഴ്സൽ ചർച്ചിനെയാണ് അവിടെ വിവക്ഷിക്കുന്നത്.
അത് പ്രധാനമായിട്ടും അതിൻ്റെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ദൃശ്യസഭ എന്ന് പറയുന്ന പ്രാദേശിക സഭയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള തരത്തിൽ നമുക്ക് അതിനെ ചിന്തിക്കുവാനായിട്ട് കഴിയും. അപ്പം മൂന്നാമത്തെ കാര്യം ഇതാണ്. ഒന്ന് പഠിക്കുന്നത് തറവായിട്ട് പോവുക. ഒരു പിതാവിനാൽ ജനിക്കപ്പെട്ടവർ ദൈവത്തിന്റെ മക്കൾ. 2, ഒരേ വില കൊടുത്ത് നമ്മെ വാങ്ങിയിരിക്കുന്നു. മൂന്നാമത്തത്, ഒരു ശരീരത്തിലെ അവയവങ്ങൾ. തല ഒന്നാണെങ്കിലും ശരീരം, ആ ഒരു ശരീരം അതിലെ അവയവങ്ങളാക്കി തീർത്തിരിക്കുന്നു. ഇനി അടുത്ത ഒരു ഘടകവും കൂടെ ഇതിനുണ്ട് ഈ കൂട്ടായ്മ ബന്ധത്തിന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ 12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. അടുത്ത് പറയുന്നത്, ആത്മാവ് ഒന്നത്രേ, നമ്മൾ എല്ലാവരിലും തന്നിരിക്കുന്ന ആത്മാവ് വ്യത്യസ്തമല്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ആത്മാവ് ഒന്നത്രേ, എല്ലാവരിലും ദൈവം പകർന്നിരിക്കുന്നത് ഒരേ ആത്മാവിനെയാണ്. ഒരേ ആത്മാവാണ്. ഈ ആത്മാവാണ് നമ്മെ ഗൈഡ് ചെയ്യുന്നത്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 16:13 പറയുന്നുണ്ട്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവാണ്. നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മ ബന്ധം കൂടിയേ പറ്റൂ, ആയി തീർന്നേ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരേ ആത്മാവ്. 1 കൊരിന്ത്യർ 12:13 നമ്മളത് കണ്ടു. നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും, ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അപ്പോൾ ഇതാണ് 4-ാമത്തെ. ഞാൻ അല്പം സ്പിരിറ്റിന്റെ മുഖവുരയാണ് ഇതൊക്കെ. എൻ്റെ ആഴത്തിലേക്ക് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഇറങ്ങുകയുള്ളൂ. അപ്പോൾ ഇത് ആണ് 4-ാമത്തെ. നമ്മൾ എന്തുകൊണ്ടൊരു കൂട്ടായ്മ ബന്ധത്തിൽ അതിന്റെ ബേസിക് ഫാക്ടേഴ്സ് എന്താണ്, ഘടകങ്ങൾ എന്താണ്? 4-ാമത്തത്, നമ്മൾ ഒരേ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മ ബന്ധമാണ്. അപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു. 1, ഒരു പിതാവിന്റെ മക്കളാണ്. 2, ഒരേ വില കൊടുത്ത് വാങ്ങിയവരാണ്. 3, ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. ഒരു ശരീരമാണ് നമ്മളെല്ലാവരും. അടുത്ത് 4 പറഞ്ഞത്, നമ്മിലെല്ലാവരിലും പകർന്നിരിക്കുന്നത് ഒരേ ആത്മാവാണ്, പരിശുദ്ധാത്മാവ്. ഇനി അടുത്ത 5-ാമത്തെ ഘടകം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. റോമൻസ് 8:17, നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഇഫ് ചിൽഡ്രൻ then heirs of God and fellow heirs with Christ. അപ്പോൾ നമ്മളെ വില കൊടുത്ത് വാങ്ങിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ വില കൊടുത്ത് നമ്മളെ ഒരു അവകാശത്തിൻ കീഴിൽ കൊണ്ടുവന്നിരിക്കുക. നമുക്കെല്ലാവർക്കുമുള്ള അവകാശം ഒരേ അവകാശമാണ്. ഈ അവകാശം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ക്രിസ്തുവിലുള്ള അവകാശം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രയത്നിച്ചോ? ഇല്ല. അതിന്റെ വില കൊടുത്തതും അതിന് പ്രയത്നിച്ചതും ഒക്കെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പൊ ഈ അവകാശം, ഒരേ അവകാശത്തിൻ കീഴിലുള്ളവരാണ് നമ്മൾ. ഈ അവകാശത്തെ നമ്മിൽ നിന്നും എടുത്തു കളയുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പം ഞാൻ 5 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ പറഞ്ഞതാണ്. മനസ്സിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചികഞ്ഞ് എടുത്തപ്പോൾ കിട്ടിയ കാര്യമാണ്. എന്തൊക്കെയാണ് ഈ കൂട്ടായ്മ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ? ഒരു കൂട്ടായ്മ ബന്ധത്തിൽ നാം ആണെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 5 കാര്യങ്ങൾ പറഞ്ഞു. 1, ഒരേ പിതാവിൻ്റെ മക്കളാണ്. ഒരേ രക്തത്താൽ, അതായത് ഒരേ വില കൊടുത്ത് നമ്മെ വാങ്ങിയിരിക്കുകയാണ്. നമ്മളെല്ലാം ഒരേ ശരീരത്തിലെ അവയവങ്ങൾ എന്നുള്ള നിലയിൽ ആയിരിക്കുന്നു. ഒരേ ആത്മാവ് ആണ് നമ്മിൽ പകർന്നിരിക്കുന്നത്. ഒരേ ആത്മാവിനാണ് നമ്മൾ നയിക്കപ്പെടുന്നത്. 5, നാം ഒരേ അവകാശത്തിൻ കീഴിൽ ഉള്ളവരാണ്. ഒരേ അവകാശത്തിലുള്ളവരാണ്. അപ്പോൾ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു പിടി നമുക്ക് കിട്ടും. ഒരുവിധം ഒരു കാര്യം മനസ്സിലായി കാണും. പലരായ നാം ക്രിസ്തുവിലൊന്ന്. അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ആത്മീകമായ ഒരു കൂട്ടായ്മ. എന്നാൽ ജഡത്തിൽ നമ്മൾ പലരാണ്, അല്ലേ? അത് നമ്മൾ വിസ്മരിക്കാനായിട്ട് പാടില്ല. നമ്മൾ ആത്മാവിൽ ഇങ്ങനെ ഒന്നാക്കി തീർത്തിരിക്കുന്നു, അതിന് പ്രാധാന്യമുണ്ട്. അതിലൂടെ നാം ഒന്നായി തീരണം, അത് നമ്മൾ പുറമെ വെളിപ്പെടണം. എന്നാൽ നമ്മൾ ജഡത്തിൽ പലരാണ്. ഇതിനെ നമ്മൾ ഈ ഇന്ത്യയുടെ കാര്യം, സംസ്കാരത്തെക്കുറിച്ച്, കൾച്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വാക്ക് പറയാറുണ്ട്, ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അല്ലേ? അതായത് നാനാത്വത്തിൽ ഏകത്വം. ഇപ്പൊ മനസ്സിലാകുന്ന, ഇപ്പൊ എന്റെ ജഡസ്വഭാവം, എന്റെ പ്രകൃതം അത് വ്യത്യസ്തമാണ് മറ്റൊരു സഹോദരനിൽ നിന്നും. നമ്മൾ ജഡത്തിൽ പലപ്പോഴും ജഡീകമായി ഒന്നാകുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ആത്മാവിൽ നമ്മൾ ഒന്നാണ്. ആത്മാവിൽ നമ്മൾ ഒന്നാണ്. ഒരു ആത്മീക ബന്ധത്തിന് കീഴിലുള്ളവർ എന്നുള്ളത് ഒരു ഐക്യബന്ധത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഈ കൂട്ടായ്മ ഇല്ലാതെ ഒരിക്കലും ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ബന്ധം, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ, പരസ്പരമുള്ള കൂട്ടായ്മ, 2 തലങ്ങളിൽ ഞാൻ വ്യത്യസ്തമാക്കി അതിനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മ ബന്ധമില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക, അതുകൊണ്ടാണ് അവിടെ അടിസ്ഥാന ഉപദേശങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചു പോന്നു. എല്ലാത്തിനും ഒരേ പ്രാധാന്യം കൊടുത്താ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ പറ്റില്ല. അതിൽ ഈ കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ട്. ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പല കാര്യങ്ങളും നിൽക്കുന്നത്. രക്ഷിക്കപ്പെടുന്നത് വ്യക്തിപരമായിട്ടാണല്ല, അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ, അല്ലേ? രക്ഷിക്കപ്പെടുന്നത് കൂട്ടായിട്ടല്ല, രക്ഷിക്കപ്പെടുന്നത് വ്യക്തിപരമായിട്ടാണ്. എന്നാൽ വ്യക്തിപരമായിട്ട് രക്ഷിക്കപ്പെട്ട് നമ്മൾ എങ്ങനെ വരികയാണ്? ഒരു സാമൂഹിക ബന്ധത്തിലേക്ക് വരികയാണ്, ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരികയാണ്. അതാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവരോട് ചേർന്നു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വരുന്നു. ഇപ്രകാരം ഒരുമിച്ച് വരുന്നവർ ഒരു കൂട്ടായ്മ ബന്ധത്തിലാണെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതിന്റെ ദൃശ്യമാണ് ഒരു പ്രാദേശിക സഭ എന്ന് പറയുന്നത്. ആ ദൃശ്യസഭ, പ്രാദേശികമായ സഭ, കൂട്ടായ്മയുടെ ഈ പ്രായോഗിക തലത്തിൽ എത്തണം. വചനപഠനം, കർത്തൃമേശ, പ്രാർത്ഥന, ഇതെല്ലാം ഈ കൂട്ടായ്മ ബന്ധത്തിലൂടെ വേണം ദൃഢമാകാൻ. ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് ഒരു സ്പിരിച്വൽ ഓർഗാനിസം ആയിട്ടാണ്, എന്ന് പറഞ്ഞാൽ ഒരു അണുജീവിയായിട്ട്, അല്ലേ? ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് ഒരു അണുജീവിയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ തുടർന്ന് അതൊരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ, ഒരു ആത്മീക സമൂഹമായിട്ട് അത് മാറും. ഒരു ക്രിസ്തീയ, അതായത് സ്പിരിച്വൽ ഓർഗാനിസം, ഒരു അണുജീവിയായിട്ട് തുടങ്ങുന്നത് നമ്മളൊരു സാമൂഹികമായ ബന്ധത്തിലേക്ക് അത് കടന്നു വന്ന് അങ്ങനെ ഒരു തരത്തിലേക്ക് മാറുകയാണ്. ഒരു വിശുദ്ധനായിട്ട് ആരംഭിച്ച് വിശുദ്ധന്മാരുടെ ഒരു കൂട്ടമായിട്ട് മാറുന്ന ബന്ധമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇതിന്റെ ശരിക്കുമുള്ള പൂർത്തീകരണം, ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ ശരിക്കുമുള്ള പൂർത്തീകരണം നമുക്ക് ശരിക്കും ദൃശ്യമാകുവാനായിട്ട് കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടെ മാത്രമാണ്. രക്ഷിക്കപ്പെടാതെ ആർക്കും ഈ കൂട്ടായ്മ ബന്ധത്തിലേക്ക്, ക്രിസ്തീയ കൂട്ടായ്മ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്നാനപ്പെട്ടതുകൊണ്ടോ, സഭയോട് വന്ന് ചേർന്നതുകൊണ്ടോ, ഉപദേശം പഠിച്ചതുകൊണ്ടോ, അപ്പം നുറുക്കിയതുകൊണ്ടോ, പ്രാർത്ഥന കഴിച്ചതുകൊണ്ടോ ഈ കൂട്ടായ്മ ബന്ധത്തിലാണെന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. അടിസ്ഥാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെടാതെ ആർക്കും ഈ കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ ദൃഢതയെക്കുറിച്ച് ചില വാക്യങ്ങളുടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 10:17 ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ ദൃഢത അവിടെ ഈ കർത്തൃമേശയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യമാണെന്ന് തോന്നുന്നു. 1 കൊരിന്ത്യർ 10:17 ഈ കൂട്ടായ്മയുടെ ദൃഢതയെ കാണിക്കുന്ന ചില പ്രായോഗിക പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 1, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു, നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികൾ ആകുന്നു. അതാണ് ആ വാക്യം, അല്ലേ? ഒരു അപ്പത്തിന്റെ അംശികൾ,
ഒരു ശരീരം. അതാണ് അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു. അപ്പോൾ അപ്പം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കാണിക്കുന്നതാണ് അപ്പം. അത് നാം എല്ലാവരും ക്രിസ്തുവാകുന്ന അപ്പത്തിന്റെ അംശികളാണ്. ഇപ്പൊ തിരുമല നമ്മളപ്പം നുറുക്കുന്നു, നമ്മൾ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ഉണ്ട്. അതേസമയം മറ്റു പല സ്ഥലങ്ങളിലും അതുപോലെ അപ്പം നുറുക്കുന്നുണ്ട്. ഓരോ അപ്പവും വ്യത്യസ്തമല്ല. ഇവിടെ നുറുക്കുന്ന ആ അപ്പം തന്നെ വിഭാവനം ചെയ്യുന്നതാണ് മറ്റൊരു സ്ഥലത്ത് വിശ്വാസികൾ അമേരിക്കയിൽ ഇരുന്ന് അപ്പം നുറുക്കുന്നുണ്ടെങ്കിലും വിഭാവനം ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാ വിശ്വാസികളും ഒരപ്പത്തിന്റെ അംശികളാണ്, വ്യത്യസ്തമായ അപ്പത്തിന്റെ അല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. ഒരപ്പത്തിന്റെ അംശികൾ, ഒരു ശരീരം. അപ്പൊ ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ ഉറപ്പിനെയാണ് അത് കാണിക്കുന്നത്. ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ ഉറപ്പിനെയാണ്. അപ്പം എന്നുള്ളത് ക്രിസ്തുവിനെയും ശരീരം എന്നുള്ളത് സഭയെയും കാണിക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടും യൂണിവേഴ്സൽ ചർച്ചാണ് വിവക്ഷിക്കുന്നതെങ്കിലും ദൃശ്യമായ പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒത്തൊരുമയുടെ മറ്റൊരു ദൃഢത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-28 വാക്യം. ഗലാത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 28, 28 വാക്യം. അവിടെ പറയുകയാണ്, ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ മറ്റൊരു ദൃഢതയെക്കുറിച്ച് പറയുകയാണ്. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. അപ്പോൾ അവിടെ ഒരു ഭൗതികമായ ലൗകികമായ ഒരു വ്യത്യാസവും ഈ കൂട്ടായ്മ ബന്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടില്ല. ജാതി വ്യത്യാസം പാടില്ല, മതവ്യത്യാസം പാടില്ല, യഹൂദനും യവനനും എന്നില്ല, പൊസിഷനിലുള്ള വ്യത്യാസം പാടില്ല, യജമാനെന്നും ദാസനെന്നുള്ള വ്യത്യാസം ഒരിക്കലും പാടില്ല. ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള ഭാഗം പഠിച്ചു വന്നപ്പോൾ ഞാൻ വായിച്ചപ്പോൾ ഒരു കിട്ടിയതാണ്. ഈ ഗ്ലാഡ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി, വില്യം ഗ്ലാഡ്സ്റ്റൺ അല്ലേ, ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്നു. 1864 കാലഘട്ടത്തിലാണ് വില്യം ഗ്ലാഡ്സ്റ്റൺ. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. ഈ വില്യം ഗ്ലാഡ്സ്റ്റൺ വർഷിപ്പിനായിട്ട് ദൈവാലയത്തിലേക്ക് പോകും, മുടക്കില്ല. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ വർഷിപ്പിനായിട്ട് ചെന്ന് ആ ഒരു ചെയറിൽ അല്ലെങ്കിൽ മുട്ടുകുത്തി നിൽക്കുകയാണെന്ന് വെച്ചോ, അതിന് തൊട്ടു മുമ്പ് ഒരു കർഷകൻ, വളരെ ദരിദ്രനായ ഒരു വ്യക്തി അവിടെ ഇരിക്കുകയായിരുന്നു. ഈ വില്യം ഗ്ലാഡ്സ്റ്റൺ വന്ന് അവിടെ ഇരുന്നപ്പോൾ, തൻ്റെ തൊട്ടടുത്തിരുന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് അങ്ങോട്ട് മാറാനായിട്ട് തുടങ്ങി. അദ്ദേഹം വളരെ താഴ്ന്ന ഇതിലുള്ളതാണ്. അപ്പോൾ ഉടനെ തന്നെ ഗ്ലാഡ്സ്റ്റൺ അദ്ദേഹത്തിൻ്റെ കൈ കയറി പിടിച്ചു എന്നാണ്. പിടിച്ചിട്ട് പറഞ്ഞ്, ഇവിടെ ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും തുല്യരാ, ഒരു മാറ്റവുമില്ല, നമ്മളെല്ലാവരും ഇവിടെ ദൈവസന്നിധിയിൽ തുല്യരാണ്. അത് ഏത് പൊസിഷനിലുള്ള ആളായാലും, ഏത് താഴേക്കിട ദാസനായാലും യജമാനനായാലും. അങ്ങനെയാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും, വളരെ പൊസിഷനിലുള്ളവരൊക്കെ ഇടപെടുന്നത് എന്നുള്ളതിൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഇതാണ് കൂട്ടായ്മ ബന്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൃഢതയെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു ദാവീദ് പറയുന്ന ഒരു ഭാഗമുണ്ട്. 119 സങ്കീർത്തനം 63 വാക്യത്തിൽ ഒരു പ്രയോഗം ഇതിനെക്കുറിച്ചുണ്ട്. പഴയ നിയമത്തിലാണ്. നിന്നെ ഭയപ്പെടുകയും, ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. ആര് പറയുക? ദാവീദ് പറയുക. ദൈവത്തിന്റെ അതിൽ ഞാൻ എല്ലാവരും, ദാവീദ് രാജാവാ, അവൻ ഉന്നതനാ. പക്ഷേ ആ ദാവീദ് പറയുകയാണ്, ദൈവമേ അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളി, ഒരുപോലെയാ, കൂട്ടാളിയാണ്. I am a friend to all who fear God, of those who keep your precepts. കൽപ്പനകൾ. അപ്പോൾ ഇത് കൂട്ടായ്മ ബന്ധത്തിന്റെ ദൃഢതയെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു വ്യത്യാസവും ഇല്ല.
ഇനി നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ്. രണ്ടാമത്തെ 1-2 വാക്യങ്ങളിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണല്ലോ. ഫിലിപ്പിയർ 2-1-2 വാക്യങ്ങൾ, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സരിയും ഉണ്ടെങ്കിൽ, അടുത്ത പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏക ഭാവമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഇതാണ് കൂട്ടായ്മ ബന്ധത്തിന്റെ ദൃഢതയെ കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു കൂട്ടായ്മ ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ എന്തെങ്കിലും ഒരു കൂട്ടായ്മ ബന്ധം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം, ഏക സ്നേഹമുള്ളവരായിരിക്കണം, ഐകമത്യപ്പെടണം, ഏക ഭാവമുള്ളവരായിരിക്കണം എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പറയുകയാണ്. ആത്മാവിന്റെ കൂട്ടായ്മയിൽ ഏക മനസ്സ്, ഏക സ്നേഹം, ഐക്യം, ഏക ഭാവം, ഇത് ഒരുമിച്ച് ചേരുന്ന ഒന്നാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇത് ഭൗതികമായ കാര്യങ്ങളൊന്നുമല്ല, ഇതെല്ലാം ആത്മീകമാണ്. ഇത് കേവലം വികാരപരമല്ല, പുറമേ കാണിക്കുന്നത് മാത്രമല്ല, അത് അകമേയുള്ള ആത്മീകമായ ഒരു കാര്യമാണ്. ഈ കൂട്ടായ്മയിലൂടെ ക്രിസ്തു നമ്മിൽ വെളിപ്പെടണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നാം ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്ന് ലോകം അറിയണം. അപ്രകാരമല്ലാതെ നമ്മൾ കൂടി വരുന്നതും കൂട്ടായ്മ ബന്ധത്തിലാണെന്ന് പറയുന്നതും ഒന്നും ശരിയായ കൂട്ടായ്മ ബന്ധമായിരിക്കുകയില്ല, അല്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൊരിന്ത്യരെ ശാസിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 11-17-18 വാക്യങ്ങളിൽ അവിടെ പറയും, ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നേരത്തെ പുകഴ്ത്തി. 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് 17-18 വാക്യങ്ങളിൽ പറയുകയാണ്, ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ നിങ്ങളെ ഒരിക്കലും എനിക്ക് പ്രൈസ് ചെയ്യാനായിട്ട്, നിങ്ങളെ അഭിനന്ദിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല, തിന്മയ്ക്കത്ര ഇടയാവും. അതിനുള്ള കാരണം, ഒന്നാമത്, നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇവിടെ കൂടി വരുന്നത് തിന്മയ്ക്ക് കാരണമായി തീരുന്നു. അതിനുള്ള കാരണമായിട്ട് പറയുന്നത് ഭിന്നതയോടുകൂടെ കൂടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൂട്ടായ്മയുടെ പ്രായോഗികതയില്ല. അത് നന്മയ്ക്ക് ഒരിക്കലും ഭവിക്കില്ല, അത് തിന്മയ്ക്കേ ഭവിക്കുകയുള്ളൂ. കൊരിന്ത്യ സഭയിൽ എന്തൊക്കെയാ ഭിന്നത ഉണ്ടായിരുന്നത്? എന്ത് ഭിന്നത ഉണ്ടായിരുന്നത്? അവിടെ ജാതി വ്യത്യാസം ഉണ്ടായിരുന്നു, യഹൂദനും യവനനും എന്നുള്ള വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു, സ്ഥാനീയ വ്യത്യാസം ഉണ്ടായിരുന്നു. അവർ അങ്ങനെ കണ്ടിരുന്നു. യജമാനനും ദാസനും, അടിമയുണ്ടായിരുന്നു, യജമാനുണ്ട്. അവർ തമ്മിൽ അത് വ്യത്യസ്തമായിട്ടാണ് കണ്ടത്. മാത്രമല്ല, പാരമ്പര്യത്താലുള്ള ഭിന്നത ഉണ്ടായിരുന്നു. യഹൂദ പാരമ്പര്യവും യവന പാരമ്പര്യത്താലുള്ള ഭിന്നത ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഭക്ഷണത്തിലുള്ള വ്യത്യാസം. അതായത് ഈ അവര് അപ്പം നുറുക്കാനായിട്ട് കൂടി വരുന്നതിന് മുമ്പ് ഭക്ഷണം ഉണ്ട്. അപ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ മുമ്പേ നിങ്ങളുടെ ആഹാരം കഴിക്കുന്നു. ചിലര് ആഹാരമൊന്നുമില്ലാതെ വിശന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യഹൂദന്മാരായവർ ഒരിക്കലും യവനന്മാരോട്, മറ്റു അന്യജാതിക്കാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ല. അത് അവരുടെ ഒരു പാരമ്പര്യം. അത് പാലിക്കുന്നവർ, നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് അങ്ങനെ കൂടി വരുന്നത് എന്നാണ് ഇവിടെ പൗലോസ് ചോദിക്കുന്നത്. അതായത് ഈ വലിയ യജമാനന്മാരും അങ്ങനെയുണ്ട്. യജമാനന്മാർക്കൊന്നും വേറെ അത്യാവശ്യ കാര്യങ്ങളൊന്നുമില്ല. അവർ വളരെ നേരത്തെ വരും. നേരത്തെ വന്നിട്ട് അവരെന്താ ചെയ്യണേന്നറിയാമോ? അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ അവരൊരു ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും, ഷെയർ ചെയ്ത് കഴിക്കണമെന്നുള്ളതാണ്. പക്ഷെ അവർ വന്നിട്ട് അവരുടെ തരത്തിൽപ്പെട്ടവരെ മാത്രം എന്ത് ചെയ്യും? കൂട്ടും. അവരൊരുമിച്ചിരുന്ന് നേരത്തെ അങ്ങ് ഭക്ഷണം കഴിക്കും. അടുത്തത് അടിമപ്പണി ചെയ്ത് വളരെ തളർന്ന് കൂലിപ്പണിയൊക്കെ ചെയ്ത് ഒരു കൂട്ടർ വരും. അവരുടെ കയ്യിൽ ചില ഭക്ഷണമൊന്നും കാണില്ല, അവരെ അവഗണിക്കുന്നു, അവർ വിശന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം അവിടെ ഇടയിലുണ്ടായിരുന്നു. അത് ജാതീയ വ്യത്യാസമാണ്, സ്ഥാനീയ വ്യത്യാസമാണ്, മറ്റു പാരമ്പര്യത്തിലൂടെയുള്ള വ്യത്യാസമാണ്. ഇങ്ങനെ കൂടി വരുന്നത് നന്മയ്ക്കായിട്ട് ഒരിക്കലും ഇടവരില്ല. ഇതാണ് കൂട്ടായ്മയുടെ ഇൻട്രൊഡക്ഷൻ. എന്താണ് കൂട്ടായ്മ? മനസ്സിലായല്ലോ?
4 ഘടകങ്ങളെ ആസ്പദമാക്കി. അത് ഞാൻ വ്യക്തമായിട്ട് 5 ഘടകങ്ങൾ, 5 കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. ഇനി കൂട്ടായ്മയുടെ ദൃഢതയെ കാണിക്കുന്ന ചില കാര്യങ്ങളാണ് തുടർന്ന് ഞാൻ പറഞ്ഞത്. കൂട്ടായ്മയുടെ ദൃഢതയെ കാണിക്കുന്ന ചില കാര്യങ്ങൾ, കൂട്ടായ്മ ബന്ധത്തിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ദൃഢത എന്നുള്ളത് എന്താണെന്നുള്ള കാര്യം ഞാൻ 5 കാര്യങ്ങൾ ആദ്യം പറഞ്ഞതിന് ശേഷം പറഞ്ഞു. ഇതൊരു സ്പിരിച്വൽ സമൂഹം, സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്, ആത്മീകമായ ഒരു സംവിധാനമാണ്, ഒരപ്പത്തിൻ്റെ അംശികളാണ്. ക്രിസ്തു എന്ന തലയുടെ ശരീരമാണ്. ഇതിൽ ഒരു വ്യത്യാസവുമില്ല, ജാതീയ വ്യത്യാസമില്ല. ഇവിടെ യഹൂദനെന്നില്ല, യവനനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണും പെണ്ണുമെന്നില്ല. അത് അതിൻ്റെ ദൃഢതയെ കാണിക്കുന്നു. ക്രിസ്തു അതിനൊരു വാക്യം ഞാൻ ദാവീദിനോടുള്ള ബന്ധത്തിൽ പറയുകയുണ്ടായി. അതുപോലെ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ നിന്ന് ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, ഏക മനസ്സ്, ഏക സ്നേഹം, ഏക ഐകമത്യം, ഏക ഭാവം ഉള്ളവരായിരിക്കണം. കൊരിന്ത്യർ സഭയിൽ ഉള്ള കാര്യത്തെക്കുറിച്ച് ഉള്ള കാര്യം, അവിടെ ദൃഢതയെ ഭിന്നത കൊണ്ട് അവർ വളരെ അലങ്കോലപ്പെടുത്തി, കൂട്ടായ്മയെ വളരെ അലങ്കോലമാക്കി. ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടന്നാൽ ഇന്ന് അത് തുടങ്ങാൻ പോലും പറ്റില്ല. ക്രിസ്തീയ കൂട്ടായ്മയുടെ വിവിധ തലങ്ങൾ, അതാണ് അടുത്ത ഘട്ടം, 2ാമത്തെ ഭാഗം. അതാണ് ശരിക്കും കൂട്ടായ്മയുടെ വിഷയ പഠനം അവിടെയാണ് തുടങ്ങുന്നത്, അല്ലേ? 1 യോഹന്നാൻ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം വായിച്ചങ്ങ് നിർത്തുകയാണ്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകിയതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകും. 7-ാമത്തെ വാക്യം, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 6-ാമത്തെ വാക്യം, അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. 1 യോഹന്നാൻ 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ല. കൂട്ടായ്മയുടെ 2 തലങ്ങൾ ആണ് ഈ വാക്യങ്ങളിൽ ഞാൻ പ്രധാനമായിട്ടും വിശകലനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവത്തോടുള്ള കൂട്ടായ്മ. 2ാമത്, അന്യോന്യം പരസ്പരമുള്ള കൂട്ടായ്മ. ഈ 2 വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കൂട്ടായ്മയെക്കുറിച്ചുള്ള ഒരു പഠനമാകും. പക്ഷേ ഇതല്പം ഞാൻ ഇത്തിരി വിശകലനം ചെയ്താണ് ഇത് പഠിച്ചിരിക്കുന്നത്. ദൈവത്തോടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പിതാവിനോടുള്ള കൂട്ടായ്മ, പുത്രനോടുള്ള കൂട്ടായ്മ, പരിശുദ്ധാത്മാവിനുള്ള കൂട്ടായ്മ, 3ഉം വിച്ഛേദിച്ച് പഠിച്ചേ പറ്റും. അന്യോന്യമുള്ള കൂട്ടായ്മയിൽ പല ഘടകങ്ങളുണ്ട്, അത് നമ്മൾ വേർതിരിച്ച് പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇന്ന് കൂട്ടായ്മയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ, എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മയാണ്, അതിൻ്റെ ദൃഢത എത്രത്തോളമാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന കൂട്ടായ്മ ഒരു ഭൗതികമോ ഇവിടെ വെച്ച് അവസാനിക്കുന്നതോ അല്ല, പരലോകത്തിൽ തുടരുന്ന ഒരു കൂട്ടായ്മ ബന്ധമാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ മാതൃകകളായി ആയിരിക്കാൻ തക്കവണ്ണം ദൈവം വരും ദിവസങ്ങൾ നമ്മെ ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.